വലയിന്ന് ചാടിയാൽ കുളത്തിൽ. ഇതാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി, കോൺഗ്രസിലുള്ളവർ ബി ജെ പിയിലേക്ക് പോകണം. കോൺഗ്രസിൽ നിന്ന് പോയവരാ ഇന്ന് ബി ജെ പിയുടെ മുഴുവൻ നേതാക്കളും. അപ്പോൾ കുളത്തിൽ നിന്ന് പോയാൽ വലയിൽ, വലയിൽ നിന്ന് പോയാൽ കുളത്തിൽ. ഇത്രയേ ഉള്ളൂ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം. സി പി എം എന്നല്ല, അയാൾ ബി ജെ പി എന്നല്ലേ പോയത്? ബി ജെ പി അല്ലേ പോയത്? നിങ്ങൾ അയാൾ ബി ജെ പിയിലായിരുന്നോ? ആയിരുന്നോ? പിന്നെ നിങ്ങൾ ചോദിക്കണത് എന്താ അർത്ഥം? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയും ഇരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ നരേന്ദ്രമോദി ഉൾപ്പെടെ സ്വാഗതം ചെയ്യും. സി പി എമ്മിൻ്റെ നയം അംഗീകരിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. സി പി എമ്മിൻ്റെ നയം അംഗീകരിക്കണം. നരേന്ദ്രമോദി വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. സംശയമില്ലല്ലോ. സി പി എമ്മിൻ്റെ നയം സ്വീകരിക്കുന്ന ആരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യില്ലേ? ആരും അല്ല. ഞാൻ പറഞ്ഞ നരേന്ദ്രമോദി ആണെങ്കിൽ പോലും നാളെ CPIM ആണ് ശരി, ഞങ്ങൾക്ക് ഇതുവരെ തെറ്റുപറ്റി, CPM ആണ് ശരി എന്ന് നരേന്ദ്രമോദി വന്നാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യില്ലേ? ഞങ്ങൾ അതിനല്ലേ പ്രവർത്തിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാൻ. അത് തള്ളി പറഞ്ഞിട്ടല്ലേ CPMൻ്റെ നയം അംഗീകരിക്കുക. CPMൻ്റെ നയം അംഗീകരിക്കുമ്പോൾ അയാളുടെ ഭൂതകാലം മുഴുവൻ പോയില്ലേ? ധാർമ്മികത ഒരാൾ തെറ്റുതിരുത്തുകയാണ്, അതാണ് ധാർമ്മികത. ഇന്നലെ മുഴുവൻ എൻ്റെ ഭൂതകാലം തെറ്റായിരുന്നു, ഭാവി ഇടതുപക്ഷത്തോടൊപ്പമാണ്, അതാണ് തെറ്റുതിരുത്തൽ. അങ്ങനെ ആര് വന്നാലും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിലെന്താ തെറ്റ്? ഇയാൾ അയാളുടെ ഭൂതകാലം തിരുത്താൻ തയ്യാറല്ല. ഭൂതകാല പാരമ്പര്യത്തോടു കൂടി എനിക്ക് ചേക്കാറാൻ പറ്റുന്നത് കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് അവർക്കിപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വലിയ മേൽക്കൈ ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ സന്ദീപ് വാര്യരുടെ ഭൂതകാലത്തിൻ്റെ എല്ലാ ദുഷ്ടതകളും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ടാണ് അവർ കോൺഗ്രസിന് കാണുന്നത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിന് ചേർന്നത്. സന്ദീപ് വാര്യർ ഭൂതകാലം തള്ളി പറഞ്ഞിട്ടല്ലല്ലോ കോൺഗ്രസ് ചേർന്നത്. ഈ ഭൂതകാല അവശിഷ്ടങ്ങളോടുകൂടി തന്നെ ചേരാൻ പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും, അതായത് സന്ദീപ് വാര്യരുടെ ഭൂതകാലത്തിൻ്റെ എല്ലാ ദുഷ്ട അവശിഷ്ടങ്ങളോടും കൂടി, ആ ഭാണ്ഡക്കെട്ടോടു കൂടി ചെന്ന് ചേക്കാറാൻ പറ്റുന്ന പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? വേറെ എവിടേക്കെങ്കിലും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ തള്ളി പറയണം. എന്നാൽ ഭൂതകാലത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് ചെന്ന് ചേക്കാറാൻ പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നി, അവർ സ്വീകരിച്ചു. ഞങ്ങളുടെയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ അംഗീകരിക്കണം, ഭൂതകാലത്തെ തള്ളി പറഞ്ഞിട്ടേ വരാൻ പറ്റൂ. എന്താ സംശയം?